ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നായിരുന്നു. അതായത് ഇഞ്ചുറീസ് വരാതെ നമുക്ക് എങ്ങനെ നോക്കാമെന്നായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മെഡിസിനിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ശങ്കർറാം ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഒരുപാട് പേർക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം പോലും ഒരുപാട് പേര് അതിൽ കമൻറ്റ്സ് കൊടുക്കുകയും തരികയും അതുപോലെ തന്നെ മെസ്സേജസ് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ തന്നെ കുറേ ആൾക്കാർ ഡയറക്റ്റ് വന്ന് ഡോക്ടറിനെ കാണുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇപ്പം റണ്ണിങ് ആയാലും റൈഡിങ് ആയാലും അല്ലെങ്കിൽ അതർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒരുപാട് ഇഞ്ചുറീസിന് സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഡോക്ടറോട് ഇന്ന് ചോദിക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചിരുന്ന കാര്യം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഇഞ്ചുറീസ് ഉണ്ടാവാതെ നമുക്ക് സൂക്ഷിക്കാമെന്നായിരുന്നു. അപ്പം ഇപ്പം ഞാൻ തന്നെ ഇൻട്രോയിൽ ഇപ്പോൾ പറഞ്ഞു, അതായത് ഒരുപാട് പേര് അതിന് ശേഷം വന്നു, ഡോക്ടറിനെ കണ്ടു, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ സെഷൻ എങ്ങനെ ഈ ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ പരിഹാരം അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ ഒന്ന് പറയൂ, നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന എന്തൊക്കെ ഇഞ്ചുറീസ് ആണെന്നും അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഈ ഇഞ്ചുറീസ് വരാതിരിക്കാൻ വേണ്ടി വാർമിംഗ് അപ്പിൻ്റെ പ്രാധാന്യം, കൂളിംഗ് ഡൗണിൻ്റെ പ്രാധാന്യം, സ്ട്രെച്ചിങ്, സ്ട്രെങ്തനിങ്, ക്രോസ് ട്രെയിനിങ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു ഈ അമച്ചർ റണ്ണേഴ്സിനും സൈക്ലിസ്റ്റിനും അത് കുറച്ച് യൂസ്ഫുൾ ആയിരുന്നെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും അധികം കമൻസും ഫോൺ കോൾസും ഒന്നും വരത്തില്ലായിരുന്നു. അപ്പം നമുക്ക് ഇനി അതിനെ വേറൊരു രീതിയിൽ കാണാം. അതായത് ഇഞ്ചുറീസ് എന്തായാലും വരും, റണ്ണേഴ്സിനും സൈക്ലിസ്റ്റിനും ഇഞ്ചുറീസ് വരും. അത് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന്, പെട്ടെന്ന് വരുന്ന ഇഞ്ചുറീസ്, അതായത് ഇപ്പം നമ്മൾ റൈഡ് ചെയ്ത് പോകുന്നു, ഒരു ആക്സിഡൻറ്റ് പറ്റി, അപ്പം വരുന്ന ഇഞ്ചുറീസ്. അപ്പോൾ അതിന് കുറച്ച് പ്രിക്കോഷൻസ് വേണം. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതേസമയം ഒരു റണ്ണിങ് തുടങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പെട്ടെന്ന് റണ്ണിങ്ങിലോട്ട് വരുന്ന ആൾക്കാർ, ഈ ക്രോസ് ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ടെ സാധാരണഗതിയിൽ പാഷൻ കൊണ്ട് ഒരു ഇവൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ സൈക്ലിംഗ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് റണ്ണിങ് ചെയ്യണമെന്നും ആഗ്രഹം കാണും. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ള എൻഡ്യൂറൻസും എല്ലാം ഉണ്ട്, ഒരു ഷൂസ് വാങ്ങിക്കുന്നു, റണ്ണിങ് അങ്ങ് തുടങ്ങും. പക്ഷേ ഇതിന് രണ്ടിനും ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് റൂൾസും ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പ്ലാൻസും വേറെ മസിൽസും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. രണ്ടും കാർഡിയോ എക്സസൈസ് ആണെങ്കിലും. അപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. നമുക്ക് പല റൈഡേഴ്സിനും റണ്ണേഴ്സിനും അവർക്കൊരു വർക്കൗട്ട് പ്ലാനോ ഒരു ട്രെയിനിങ് പ്ലാനോ ഇല്ല. അപ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം റണ്ണേഴ്സിൻ്റെ കാര്യം ഞാൻ പറയാം. ഒരു വെർച്വൽ റൺ, ഈ 5-ാം തീയതി വെർച്വൽ റൺ 21 കിലോമീറ്റർ, അതൊരു നല്ല രസമുള്ള സീനിക് സാധനവും അതിനൊരു ടീഷർട്ട് കിട്ടും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലോക്ക്ഡൗണിലിരുന്ന് ഒന്നും ചെയ്യാതിരുന്നവർ ഈ വെർച്വൽ റണ്ണിങ്, പിന്നെ 21 കിലോമീറ്റർ കഷ്ടപ്പെട്ട് അതിനും സ്ട്രാവ ഇങ്ങനത്തെ പല ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിന് ഏറ്റവും നല്ല പേസ്. അപ്പം സ്ട്രൈവിങ് ഫോർ പേസ് ചിലപ്പം വെരി വെൽ വർക്ക്ഡ് ഔട്ട് അത്ലീറ്റ് അല്ലെങ്കിൽ സ്ട്രൈവിങ് ഫോർ പേസ് ഒരു ഇഞ്ചുറിക്ക് കാരണമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ജേർണലും ഒരു പ്ലാനും നമുക്ക് വേണം, വെദർ യു ആർ റണ്ണിങ് ഓർ റൈഡിങ്. അപ്പം ഇതാണ് സെക്കൻഡ്. ഇതിലെല്ലാം നമുക്ക് വേണമെങ്കിൽ പ്രിക്കോഷൻ എന്ന് പറയാം, പ്രിവെൻഷൻ അല്ല. ഇതെല്ലാം പ്രിക്കോഷനാണ്, ഒരു ഇഞ്ചുറി വരുന്നതിനുള്ള നമ്മുടെ പ്രിക്കോഷനാണ്. ഇനി നമുക്ക് ശരിക്കുമുള്ള ഇഞ്ചുറീസിലോട്ട് വരാം. ആദ്യം നമുക്ക് റൈഡിങ് എടുക്കാം, പിന്നെ നമുക്ക് റണ്ണിങ് എടുക്കാം. അപ്പോൾ റൈഡിങ് എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ഇമ്പാക്റ്റ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇമ്പാക്റ്റ് കുറവായതുകൊണ്ട് ഇഞ്ചുറീസ് പെട്ടെന്നല്ല, ആക്സിഡൻ്റ് അല്ലെങ്കിൽ ഇഞ്ചുറീസ് പെട്ടെന്നല്ല വരുന്നത്, കുറേശ്ശെയാണ് വരുന്നത്. ഇപ്പം നമ്മളൊരു 50 കിലോമീറ്റർ റൈഡ് ചെയ്തു, അത് കുറച്ച് നമ്മളെക്കാട്ടിയും കുറച്ചുകൂടെ എലീറ്റ് അത്ലീറ്റ്സ് അല്ല, കുറച്ചുകൂടെ സീസൺഡ് അത്ലീറ്റ്സിൻ്റെ കൂടെയാണ് നമ്മൾ റൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറേ കൂടെ സ്ട്രെയിൻ ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പറയും നമുക്ക് മറ്റന്നാൾ വേറൊരു റൈഡ് പോവാം, അത് വർക്കലയിൽ പോയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് കന്യാകുമാരി റൈഡ് ചെയ്യാം, മറ്റന്നാൾ ഒരു ഹോളിഡേ ആണ് പറയുമ്പം നമുക്കത് വിടാൻ വയ്യ, അപ്പം നമ്മൾ അതിനും പോവും. അപ്പോൾ ഇതിൽ ആദ്യത്തെ ദിവസം വരുമ്പോഴത്തേക്കും നമുക്കുണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നടുവേദന ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സോർനെസ് ആയിരിക്കാം, സീറ്റിലെ സാഡിൽ സോർനെസ് ആയിരിക്കാം, ചിലപ്പോൾ ചിലർക്ക് റിസ്റ്റ് നംനെസ്, ഇതൊക്കെ സാധാരണഗതി സൈക്ലിസ്റ്റിന് സംഭവിക്കാവുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോഴേ പറയൂ, അയ്യോ ഡോക്ടറെ എത്ര നാളായിട്ട് എനിക്ക് ഇവിടെ മരവിച്ചിരിക്കുക, അന്ന് കൊല്ലം റൈഡ് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് കൈ ഇതുവരെ ശരിയായിട്ടില്ല.
അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ സാധാരണഗതിയിൽ അവഗണിക്കുവാണ്. അൺലെസ് ആൻഡ് അണ്ടിൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നത് വരെ നമ്മൾ സാധാരണ ഒന്നും മൈൻഡ് ചെയ്യില്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ ഡിവാസ്റ്റേറ്റഡ് ആവും, ഡിപ്രസ്ഡ് ആവും. നമുക്ക് റൈഡിന് പോകാൻ പറ്റുന്നില്ല, ഇവരെല്ലാവരും ശാസ്താംപാറയിൽ പോവുക, മറ്റിടത്തോട്ട് പോവുക. അപ്പം നമ്മൾ മൊത്തമായിട്ട് 1-2 പ്രാവശ്യം നമ്മൾ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളുടെ ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ അടുത്ത റൈഡിന് പോകില്ല. കുറേ നാൾ റെസ്റ്റ് എടുക്കും. സാധാരണ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു എക്സാമ്പിൾ, നമ്മുടെ സൈക്കിൾ പഞ്ചറായി കഴിഞ്ഞാലേ നമ്മളത് ഒതുക്കി വെച്ചാൽ പോരാ. ആ പഞ്ചർ റിസോൾവ് ചെയ്ത് ഒട്ടിച്ചാലല്ലേ പിന്നെ ആ സൈക്കിൾ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കും എനിക്കൊന്നും പറ്റിയില്ല, എനിക്ക് റെസ്റ്റാണ് ഇല്ലാത്തത്. അപ്പം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ലോങ് റൈഡിന് പോകാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നടുവേദന, ഡിസ്ക് പ്രോബ്ലം, സ്പോണ്ടിലോസിസ്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സാഡിൽ നംനെസ്, റിസ്റ്റ് നംനെസ്, ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് സ്ലോ ആയിട്ട് കൂടി വന്ന് റിസോൾവ്. ഈ കാര്യങ്ങൾക്കെല്ലാത്തിനും നമ്മൾ കുറച്ച് ദിവസം റൈഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് നമ്മൾ റൈഡ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ 2 കാര്യം കൊണ്ടേ റൈഡ് ചെയ്യാതിരിക്കത്തുള്ളൂ. ഒന്നിൽ നമുക്ക് ക്ഷീണിച്ചിട്ട് അവരുടെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതോ ഒരു ജോയിൻറ്റ് വളരെയധികം വേദന ഉള്ളതുകൊണ്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ടും നമുക്ക് വരുവാണെങ്കിൽ നമ്മൾ പയ്യെ തിരിച്ചതിലോട്ട് വരണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റണ്ണർ ആണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു മാസം നമുക്കൊരു ഇഞ്ചുറി വന്നിട്ട്, നീ ഇഞ്ചുറി വന്നിട്ട് ഓടാൻ പറ്റിയില്ല, നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രെങ്തനിങ് ചെയ്യുവാണ്, സ്ട്രെച്ചിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറ്റ്ലീസ്റ്റ് ആ റണ്ണിന് പോയി ഒരു 2 വീലറിൽ പോയിട്ട് അവർക്ക് കുറച്ച് വെള്ളമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ബോർഡും ഇല്ല, ഒരു ഡിപ്രഷനും ഇല്ല. ഈ ചില സ്പോർട്സ് ഉണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ഇതെല്ലാം കളിക്കുന്നവർക്ക് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവരവിടെ പോയി ബെഞ്ചിരിക്കും, ആ കളി കാണും, കുറച്ച് അഡ്വൈസൊക്കെ പറയും, കുറച്ച് ചീറൊക്കെ ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ പുറകിലോട്ട് പോകത്തില്ല. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ പാഷൻ അനുസരിച്ചും നമ്മുടെ ഹെൽത്ത് അനുസരിച്ചും നമുക്ക് ലോങ് ആയിട്ട് മാസങ്ങളും വർഷങ്ങളോളം റൈഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി സ്പെസിഫിക് ഇഞ്ചുറീസ്, ഇപ്പോൾ റൈഡിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നടുവേദനയാണെങ്കിൽ ഇറ്റ് കുഡ് ബി വളരെ സിമ്പിൾ നടുവേദനയായിരിക്കാം, ഒരു മസിൽ പുള്ള് കൊണ്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റോങ് റൈഡിങ് പൊസിഷൻ കൊണ്ടുവന്നതായിരിക്കാം. അതൊക്കെ ചിലപ്പോൾ എളുപ്പം അങ്ങ് ശരിയാകും, സോൾവ് ചെയ്ത് പോകും. അല്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഇപ്പം ഒരു ജോയിൻറ്റ് പ്രോബ്ലം ആണെങ്കിൽ ഒരു ഫിസിക്കൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെയോ സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെയോ അല്ലെങ്കിൽ ഓർത്തോ സർജനെയോ മറ്റോ കണ്ടിട്ട് അവരുടെ അടുത്ത് നമ്മൾ നമ്മൾ ചോദിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, നമുക്ക് എന്നത്തേക്ക് നമുക്ക് തിരിച്ച് റൈഡിങ്ങിലോട്ട് വരാൻ പറ്റും. പലരും ഇത് ചോദിക്കുന്നില്ല. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ടെസ്റ്റുകൾ ചെയ്തു, MRI സ്കാൻ ചെയ്തു, ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങി. പക്ഷെ ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. പിന്നെ ഡിപ്രഷൻ കൂടി അറിഞ്ഞൂടാ. ഇപ്പം ഒരു ഇഞ്ചുറി പറ്റി, ഇപ്പം റൈഡിങ്ങിൽ തന്നെ വേറെ കുറച്ച് ഇഞ്ചുറീസ്, നമ്മൾ ഹെൽമെറ്റിൻ്റെ കാര്യം മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. ഈ സാഡിലും ഈ ഹാൻഡിൽ ബാസും ഭയങ്കര നമ്മുടെ ഒരു ഫോളിൽ ഒത്തിരി ഇഞ്ചുറി വരാൻ ചാൻസ് ഉള്ളതാണ്. അതായത് അബ്ഡമിനൽ ഇഞ്ചുറീസൊക്കെ സാഡിലും ഹാൻഡിൽ ബാറിൽ നിന്നുമാണ് വരുന്നത്. ഫ്രാക്ചേഴ്സ് ഫോളിൽ നിന്നാണ് വരുന്നത്. ഹെഡ് ഇഞ്ചുറി ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട്, ഹെൽമെറ്റിന് ഒരു 80% വേൾഡ് വൈഡ് കണക്കുകൾ പറയുന്നത് 80 to 85% ഓഫ് ഹെഡ് ഇഞ്ചുറീസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ വെയറിങ് എ ഗുഡ് ക്വാളിറ്റി ഹെൽമെറ്റ്. അത് നല്ലപോലെ സ്ട്രാപ്പിങ് ചെയ്യണം. നമ്മൾ ബൈക്കിൽ പോകുന്ന പോലെ ഒരു ഇതല്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ സാധാരണഗതിയിൽ അഡ്വൈസ് ചെയ്യുന്നത്, നമ്മളൊരു ഫിസീഷ്യൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സർജൻ്റെ അടുത്ത്, ഓർത്തോപെഡിക് സർജൻ്റെ അടുത്തോ ഫിസിയാട്രിസ്റ്റിൻ്റെ അടുത്തോ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നത് നമ്മൾ അതേപോലെ ഫോളോ ചെയ്യണം. നമ്മൾ ഗൂഗിൾ ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായത്തിലേക്ക്, ഇപ്പം നമുക്ക് വരുന്ന പല പേഷ്യൻസും അവരൊരു ഡയഗ്നോസ് ആയിട്ടാണ് വരുന്നത്. ഡോക്ടർ എനിക്ക് പ്ലാന്റർ ഫേഷ്യേറ്റിസ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇലിയോടിബിയൽ ബാൻഡ് സിൻഡ്രോം ആണ്, അതൊന്നും ആയിരിക്കില്ല. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ കുറെ കൂടെ ഇതാവുകയാണ്, അപ്പം കുറെ കൂടെ ബോധേഡ്, ടെൻസ്ഡ് ആവുകയാണ്. അപ്പം നമ്മൾ ലീവ് ഇറ്റ് ടു ദ എക്സ്പെർട്ട്, അവർ പറഞ്ഞു തരും നമുക്ക് എങ്ങനെ ചെയ്യണം. ഒൺലി തിങ് ഇസ് നമ്മുടെ കൺസേൺസും നമ്മുടെ സംശയങ്ങളും അവരുടെ അടുത്ത് ചോദിക്കണം. ഞാൻ ഇനി എന്ന് തൊട്ട് ആക്റ്റീവായി തുടങ്ങാം, തുടക്കത്തിൽ സൈക്ലിങ്ങും റണ്ണിങ്ങും തന്നെ ചെയ്യാവോ, അതോ ഞാൻ കുറച്ച് സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങും ചെയ്തിട്ട് വന്നാൽ മതിയോ, ഈ കാര്യങ്ങളെല്ലാം ചോദിക്കും. പിന്നെ നമ്മൾ റെഗുലറായിട്ട് റൈഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫിറ്റ്നസ് ഹൈ ആണ്. നമുക്കൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് നേരെ കയറി ഒരു വലിയ റൈഡിനോ ഒരു ബ്രെവേക്കോ അങ്ങ് രജിസ്റ്റർ ചെയ്യരുത്.
അപ്പോൾ ഇവൻറ്റിന് വേണ്ടിയും നമുക്ക് പ്ലാൻ ചെയ്യണം, നമുക്ക് റെഗുലറായിട്ടുള്ള വർക്കൗട്ടിന് വേണ്ടിയും പ്ലാൻ ചെയ്യണം. ഇത്രയാണ് റൈഡിങ്ങിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ നടുവേദന, കഴുത്ത് വേദന, ഷോൾഡർ പെയിൻ ഇതൊക്കെയാണ് റൈഡിങ്ങിൽ യൂഷ്വലി വരുന്നത്. ഇത് നമ്മൾ ഒരു റൈഡ് കഴിഞ്ഞ് അടുത്ത റൈഡ് കഴിയുമ്പോഴത്തേക്കും ഈ പെയിൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അപ്പം നമുക്കതിനെ മറക്കാം. അല്ലാതെ അന്ന് എനിക്കിങ്ങനെ വന്നു അപ്പോൾ ഇനിയും എനിക്ക് നടുവേദന വരും. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ഡയഗ്നോസിന് ശ്രമിക്കണം. അതായത് നമ്മുടെ ബൈക്ക് ഫിറ്റിൻ്റെ പ്രോബ്ലം ആണോ ഇത് ഉണ്ടാക്കിയത്, അതോ നമ്മൾ റൈഡ് ചെയ്യുന്ന രീതി കൊണ്ടാണോ, അതോ നമ്മൾ ഒട്ടും വാമപ്പ് ചെയ്യാതെ ഒരു ഇവൻറ്റിൽ പങ്കെടുത്തത് കൊണ്ടാണോ, സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണോ എന്നുള്ളത്. ഇത് പറയുമ്പോൾ നമുക്ക് ആ ബൈക്കിൻ്റെ കാര്യം പറയുന്ന ഉടനെ ഒരു കാര്യം സാധാരണ നമ്മൾ കാണുന്നത് ഹൈഡ്രേഷനും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും. അതായത് നമ്മുടെ കാലാവസ്ഥ ഇന്ന് തന്നെ രാവിലത്തെ ഇതെന്ന് പറഞ്ഞാൽ 35 ഡിഗ്രിയാണ് നമ്മുടെ ഹയസ്റ്റ് ടെമ്പറേച്ചർ, ലോവസ്റ്റ് ടെമ്പറേച്ചർ 25 ഡിഗ്രിയാണ്. അപ്പോൾ ഇതൊരു 10 ഡിഗ്രിയുടെ വ്യത്യാസമേ ഉള്ളൂ. ഓൾ ഡേ ഹൈലി ഹ്യൂമിഡുമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു മണിക്കൂറിൽ കൂടുതൽ റൈഡ് പോകുന്ന ആൾക്കാരെല്ലാം കുറച്ച് വെള്ളമെങ്കിലും കുടിക്കണം. പിന്നെ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം 1 അവർ റൈഡ് സാധാരണഗതി ചെയ്യുന്ന ആൾ 3 അവർ റൈഡ് ചെയ്യുന്നതെന്ന് വെച്ചോ, പിന്നെ അങ്ങ് എനർജി ഡ്രിങ്ക് കുടിക്കലും ചോക്ലേറ്റുകൾ പീൽ ചെയ്ത് കഴിക്കലും വഴിയിൽ കിട്ടുന്ന ചായയും വടയും എല്ലാം കഴിച്ച് ഓവർ ഹൈഡ്രേഷൻ, ഓവർ ന്യൂട്രീഷൻ, ഇതിൻ്റെ ആവശ്യമില്ല. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ ചെയ്തിരിക്കണം. നമുക്കൊരു ശീലം വേണം. അത്രയും സമയം പുറത്ത് നിൽക്കാനും, അത്രയും സമയം വെയിൽ കൊള്ളാനും, അത്രയും സമയം ഹ്യൂമിഡിറ്റിയും. അപ്പം ഇത് ഈ നമ്മുടെ ക്ലൈമറ്റിൽ വേറൊരു വലിയ ഇഞ്ചുറി നമ്മൾ അറിയാതെ സംഭവിക്കുന്നത് സൺബേൺ. ടാൻ കുഴപ്പമില്ല, നമ്മുടെ നിറം കുറയുന്നതല്ലേ ഉള്ളൂ. സൺബേൺ ഒരു ഡേഞ്ചറസ് കാര്യമാണ്. നമ്മൾ എളുപ്പം ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ ആം സ്ലീവ് യൂസ് ചെയ്യുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക, ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു. സോജയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒത്തിരി റൈഡേഴ്സ് ചേർന്ന് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും, അവർ യൂസ് ചെയ്തില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും. പിന്നെ ചിലർക്കൊക്കെ ഇതൊക്കെ ഒരു മടിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു ലോങ് റൈഡ് പോകുന്നത്, ഞാൻ വെള്ളം കുടിക്കാതെ നിന്ന് ചവിട്ടാൻ പോവുക ഒരു 200 കിലോമീറ്റർ, അതൊക്കെ ഭയങ്കര മണ്ടത്തരമാണ്. 1-2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഇഞ്ചുറീസ് വരാൻ. ഡോക്ടർ, ഇപ്പം നമുക്ക് റൈഡിങ്ങിനകത്ത് വരുന്ന ഇഞ്ചുറീസ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ റണ്ണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ബോഡി ഇമ്പാക്റ്റ് ഗ്രൗണ്ടുമായിട്ട് വരുന്ന ഒരു വർക്കൗട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം റൈഡിങ്ങിന് അതിനെക്കാട്ടിലും കൂടുതൽ ഇഞ്ചുറീസിനുള്ള സാധ്യത റണ്ണിങ്ങിലുണ്ട് അല്ലേ? നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ റോഡ് റണ്ണിങ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ചെയ്യുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രെയിൽ റോഡിലൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിനുള്ള പോസിബിലിറ്റി ഉണ്ട് ഉറപ്പായിട്ടും. അപ്പോൾ ഈ റണ്ണിങ്ങിനകത്ത് വരാൻ സാധ്യതയുള്ള ഇഞ്ചുറീസ് അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം ഒന്ന് പറയാമോ ഡോക്ടർ? റണ്ണിങ്ങിൽ നമ്മൾ സാധാരണഗതിയിൽ സോജ പറഞ്ഞതുപോലെ ഇമ്പാക്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഇഞ്ചുറീസ് വരുന്നത്, അല്ലാതെ നമ്മുടെ പോസ്റ്ററിൻ്റെയോ സൈക്ലിംഗ് പോലെ അല്ല. അപ്പം നമ്മുടെ ക്ലിനിക്കിൽ കോമൺ ആയിട്ട് വരുന്ന റണ്ണിങ് ഇഞ്ചുറീസ് കൂടുതലും നീയും ആംഗിൾ. ഇതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നീ ഇഞ്ചുറീസ് നമ്മുടെ റണ്ണിങ് ഫോമിൻ്റെ പ്രോബ്ലം കൊണ്ട് വരുന്നത്, നമ്മൾ പെട്ടെന്ന് പേസ് കൂട്ടുന്നതുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ സ്ട്രെയിനോ പെയിനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഈ ഇവൻറ്റ് പങ്കെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ എല്ലാ സൺഡേയും LSD ലോങ് സ്ലോ ഡിസ്റ്റൻസ് റൺ ചെയ്യുന്നതാണ്, അതിന് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകണം, അവരുടെ പേസ് ഇതാണ്, അതിൻ്റെ കൂടെ പിടിച്ച് നിൽക്കണം. ഇങ്ങനെയാണ് റണ്ണിങ് ഇഞ്ചുറി സാധാരണ വരുന്നത്. അപ്പം നീ ഇഞ്ചുറി ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗൂഗിൾ ചെയ്തിട്ടാണ് പല ആൾക്കാരും വരുന്നത്. അപ്പോൾ പക്ഷേ കോമൺ ആയിട്ടുള്ള നീ ഇഞ്ചുറീസ് റണ്ണേഴ്സ് നീ എന്ന് പറയുന്നുണ്ട്, പാറ്റലോഫെമറൽ സിൻഡ്രോം, പിന്നെ IT ബാൻഡ് സിൻഡ്രോം, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്ന അത്ര കോമൺ അല്ല. ഇത് എലീറ്റ് റണ്ണേഴ്സിന് നമുക്ക് മാറ്റി നിർത്താം, അവരതിനു വേണ്ടി ട്രെയിൻഡാണ്. നമ്മുടെ ആൾക്കാർ പെട്ടെന്ന് പേസ് കൂട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ഇഞ്ചുറീസ് വരുന്നത്. ഇങ്ങനത്തെ ഇഞ്ചുറീസിന് ഒരു ട്രീറ്റ്മെൻറ്റിന് ഒരു പ്രോട്ടോക്കോളുണ്ട്. അതായത് ആദ്യം നമ്മൾ റണ്ണിങ് നിർത്തണം തൽക്കാലത്തേക്ക്. ചിലർ പറയുന്നത് എനിക്ക് ഓടിയപ്പോഴത്തേക്ക് നീ പെയിൻ വന്നു, അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തൊട്ട് ആ പേസിൽ തന്നെ നടന്നു എന്ന് വെച്ചാൽ എൻ്റെ ഫിറ്റ്നസ് കുറയാതിരിക്കാൻ വേണ്ടി. പക്ഷേ അത് ശരിയല്ല. അപ്പം നമുക്ക് റണ്ണിങ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമുക്ക് യു ഷുഡ് ഗെറ്റ് ഹെൽപ്പ് ഫ്രം ട്രീറ്റിംഗ് ഡോക്ടർ. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അഡ്വൈസ് അനുസരിച്ച് നമുക്ക് ഫിസിയോതെറാപ്പി വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കണം, റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എത്ര നാൾ റെസ്റ്റ് വേണം, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നത്. ഡോക്ടർ എത്ര നാൾ ഞാൻ ഒരു ആക്ടിവിറ്റിയും ചെയ്യുക, റെസ്റ്റ് എടുക്കണം. ഞാൻ ക്രോസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് അപ്പർ എക്സ്ട്രിമിറ്റിയുടെയും കോർ സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്തോട്ടോ, എൻ്റെ ഫിറ്റ്നസ് എങ്ങനെ ഈ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
എത്ര നാളത്തെ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ റിക്കവർ ചെയ്ത് തിരിച്ച് റണ്ണിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ബാക്കി ഡോക്ടറുടെ ജോലിയാണ് ഡോക്ടർ ചെയ്തോളൂ. അപ്പോൾ റണ്ണേഴ്സ് നീ, ഇലിയോടിബിയൽ ബാൻഡ് സിൻഡ്രോം, ഇതൊക്കെയാണ് നീയുടെ. ആംഗിളിന് നമ്മൾ സാധാരണഗതിയിൽ റണ്ണേഴ്സിന് കണ്ടുവരുന്ന ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചെറിയ ആംഗിൾ സ്ട്രെയിനോ അവർ ശ്രദ്ധിക്കില്ല, അത് വെച്ചുകൊണ്ട് ഓടും. വേണമെങ്കിൽ ഒരു ടേപ്പ് ചുറ്റിക്കൊണ്ടോ എങ്ങനെയെങ്കിലും ഓടും. ഇവന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓടണം എന്ന് പറഞ്ഞ് നമ്മൾ ആ ഇവന്റ് കളയണമെന്നില്ല. പക്ഷെ സാധാരണഗതിയിൽ ഇതിനെ അവഗണിക്കും. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രെച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഐസ് വെക്കാം, റേസ് ചെയ്ത് വെക്കാം. അപ്പൊ RICE എന്ന് പറയുന്ന പണ്ട് നമ്മൾ പഠിക്കുന്ന സാധനം, അതായത് റെസ്റ്റ്, ഐസ്, റേസ് ചെയ്യണം. വേണമെങ്കിൽ കംപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ക്രൈബ് ബാൻഡേജോ എല്ലാം ചുറ്റി വയ്ക്കുക. അപ്പം അതിൽ സാധാരണഗതിയിൽ അങ്ങ് കുറയും. ഇതിൽ കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെയും ഡോക്ടറെ സമീപിക്കണം. പിന്നെ റണ്ണിങ് ഇഞ്ചുറീസിൽ മേജർ ഇഞ്ചുറീസ് ഓഫ് കോഴ്സ് ഹാസ് ടു ബി ട്രീറ്റഡ്. ACL ടയറെന്നോ മെനിസ്കിയൽ ഇഞ്ചുറി എന്നോ ഒക്കെ പറഞ്ഞ് സാധാരണഗതിയിൽ വരുന്ന വേറെ 2 ഇഞ്ചുറീസ് ഉണ്ട്. ഒരെണ്ണം ഈ ഷിൻ സ്പ്ലിൻ്റാണ്, അതായത് മുട്ടിന് താഴോട്ടുള്ള ഭാഗത്ത് വേദന വരുന്നു. അത് നമ്മൾ പേസ് കൂട്ടുമ്പോഴും ഷിൻബോൺ പെയിൻ എന്ന് ചിലർ പറയും, ഷിൻ സ്പ്ലിന്റ് എന്നാണ് സാധാരണ പറയുന്നത്. അതെ, നമ്മൾ സിമെന്റഡ് സർഫസിൽ നമ്മൾ സാധാരണ ടാർഡ് സർഫസിൽ നമ്മൾ സ്റ്റേഡിയത്തിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ പ്രോബ്ലം കുറച്ച് കുറവാണ്. പക്ഷേ സിന്തറ്റിക് ട്രാക്കിൽ ഓടുന്ന ആൾക്കാർക്ക് ഈ ഓടുന്ന ആൾക്കാരുണ്ട്. ചിലർ ക്രോസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ടർഫിൽ പോയി ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പലർക്കും ഇങ്ങനെ ഷിൻ സ്ട്രെയിൻ നമുക്ക് മാനേജ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റും ഐസും ഒക്കെ അല്ലാതെ നമ്മൾ പേസ് കുറച്ചാൽ മതി, കുറച്ച് നാളത്തേക്ക് കുറച്ചാൽ മതി. പിന്നെ പൊതുവേ റണ്ണേഴ്സിനിടയിൽ ഒരു തോന്നലുണ്ട്, നമ്മൾ നല്ല ടോപ്പ് പേസ്, നമുക്ക് പറ്റുന്ന ടോപ്പ് പേസ് തന്നെ ഓടിക്കൊണ്ടിരുന്ന നമ്മൾ പുറകിലോട്ടായി പോകുന്നു. അപ്പം അത് ശരിയല്ല. വേറൊരു കാര്യം, ഞാൻ ഇപ്പം റണ്ണിങ്ങും റൈഡിങ്ങും ഒക്കെ തുടങ്ങിയ പലരിടത്തും പറയുന്നത്, നമ്മൾ റണ്ണിങ്ങിലും റൈഡിങ്ങിലും പരീക്ഷ എഴുതുന്ന പോലല്ല ഇവൻറ്റിൽ പങ്കെടുക്കുന്നത്. മറ്റേ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ പരീക്ഷ അടുക്കും തോറും കൂടുതൽ സമയം എടുത്ത് പഠിക്കും. പക്ഷേ ഒരു റണ്ണിങ് ഇവൻ്റ്, ഒരു ഹാഫ് മാരത്തണോ ഫുൾ മാരത്തണോ ചെയ്യാൻ പോകുന്ന ആൾ കുറയ്ക്കുവാണ് ചെയ്യേണ്ടത്. നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് ടേപ്പറിങ്, കുറയ്ക്കണം. അതേപോലെ ഫുഡ് ഹാബിറ്റ്സും ഇതിനായിട്ട് വളരെ, നേരത്തെ നമ്മൾ റൈഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞ ഉടനെ ഹൈഡ്രേഷൻ, ന്യൂട്രീഷൻ, നമ്മൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ നമ്മൾ അത്രയും പേസിന് വേണ്ടി ശ്രമിക്കരുത്. നമുക്ക് ഒരാൾക്ക് ഓടി മാത്രം നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല. അത് നമ്മൾക്ക് വേറൊരു ഏരിയയാണ്, വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവരുടെ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം റണ്ണേഴ്സ് ബേസിക്കലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒരു പരിധി വരെ ബിഫോർ റണ്ണിങ് കുറച്ച് വാർമിംഗ് അപ്പ്, കുറച്ച് ലിംബറിങ് എക്സസൈസ്, പോസ്റ്റ് റൺ ഡൈനാമിക് സ്ട്രെച്ചിങ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അവോയ്ഡ് ചെയ്യാൻ പറ്റാതെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് തിരിച്ച് റണ്ണിങ്ങിലോട്ട് വരണമെന്നുള്ളത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ. അപ്പം ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. അപ്പോൾ വ്യൂവേഴ്സിനോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ കണക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് പേർക്കുണ്ടാവും. നമ്മൾ സ്പോർട്സിലുള്ള ആൾക്കാരാണ്, പലതരം വർക്കൗട്ടുകൾ ചെയ്യുന്നവരാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിന് മുമ്പ് നേരിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അവിടുത്തെ വെബ്സൈറ്റ് അഡ്രസ്സും അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഡോക്ടർ, നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അവരുടെ ഒരു കൺസേൺ, മെയിൻ കൺസേൺ ആണ് വെയിറ്റ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളത്, ലേഡീസ് പ്രത്യേകിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ അഭിപ്രായം നമുക്ക് ആവശ്യമാണ്. ഇനി വരുന്ന എപ്പിസോഡ്സുകൾ നമുക്ക് എപ്പോഴെങ്കിലും ഇനി വരുന്ന എപ്പിസോഡ്സ് നമുക്ക് ഉറപ്പായിട്ടും ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക്സ് എ ലോട്ട്.